പ്രിയ ഫ്രണ്ട്സ്, നമസ്കാരം. ഇത് നമ്മൾ കുംഭമേള നടക്കുന്ന തിരുനാവായയിലേക്ക് പോകുന്നൊരു ദൃശ്യങ്ങളാണ്. നമ്മൾ വളാഞ്ചേരിയിൽ നിന്നാണ് അങ്ങോട്ട് പോയത്. വളാഞ്ചേരി കഴിഞ്ഞ് തിരുനാവായ ബോർഡർ ആവാനായ സമയത്ത് തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാവി പതാക, ഭഗവദ്ധ്വജങ്ങൾ, സനാതന ധർമ്മ പ്രതീകമായിട്ടുള്ള ഓംകാര ചിഹ്നങ്ങൾ വഹിക്കുന്ന മനോഹരമായിട്ടുള്ള കാവി പതാകകൾ കൊണ്ട് റോഡിൻ്റെ ഇരുവശവും വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ നല്ല സ്ഥലം, പ്രകൃതി രമണീയമാണ് ഈ പ്രദേശം. അധികം മലകളും ഒന്നും ഇല്ലാത്ത വളരെ മനോഹരമായിട്ടുള്ള നിരന്നൊരു ഭൂപ്രദേശമാണ്. വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂപ്രദേശം. പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പല ആളുകൾ നടന്നു പോകുന്നു. അതുപോലെ തന്നെ വലിയൊരു ടൗൺ എന്ന് പറയാനില്ല, എന്നാൽ ഇരുവശങ്ങളിലും നിറയെ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ആളുകൾ താമസിക്കുന്നൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ നമ്മൾ തിരുനാവായ ജംഗ്ഷൻ എത്താനായി. ഇപ്പോൾ തിരുനാവായ ജംഗ്ഷൻ എത്തി. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് ഒരു ക്യൂ ആണ്. അതായത് നവാമുകുന്ദ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ യജ്ഞശാലയിലേക്ക്, അതായത് ഭാരതപ്പുഴയുടെ പുഴയിൽ നടക്കുന്ന യജ്ഞശാലയിലേക്കും അതുപോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അക്കരയിലേക്ക് ബ്രഹ്മക്ഷേത്രത്തിലേക്കും ശിവക്ഷേത്രത്തിലേക്കും സഞ്ചരിക്കുന്ന കൃത്രിമമായി നിർമ്മിച്ചിട്ടുള്ള പാലം. ഒരു സൈഡിലൂടെ ആളുകൾ തിരിച്ചു വരുന്നു, അവിടെ യജ്ഞശാലയൊക്കെ ദർശിച്ച് തിരിച്ചു വരുന്നു. നമ്മൾ ഒരു സൈഡിലൂടെ അങ്ങോട്ട് ആ പുഴയിലേക്കുള്ള താൽക്കാലിക പാലത്തിലൂടെ സഞ്ചരിക്കുന്നു. അതാണ് നമുക്ക് യജ്ഞശാലയ ഭാഗങ്ങളൊക്കെയാണ് നിളയുടെ മനോഹരമായിട്ടുള്ള തീരം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് ഈ കാണുന്ന പാലം. ഇവിടെയൊക്കെ തന്നെ ഈ സൈഡിൽ കാണുന്നതൊക്കെ സ്നാനഘട്ടങ്ങളാണ്. അപ്പുറത്ത് അതുപോലെ തന്നെ തോണികളും മറ്റുമൊക്കെ നമുക്ക് നിലയിൽ കാണാൻ കഴിയും. ശരിക്കും ഗംഗയുടെ ഒരു ഫീലാണ്. നമുക്ക് നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ അറിയാം, വളരെ വിശാലമായിട്ടുള്ള ഗംഗ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ അത്ഭുതമായി. കാരണം ഇത്രയും വീതിയുള്ള, വളരെയധികം നല്ല വീതിയുള്ള, നോക്കത്താ ദൂരത്തോളം വീതിയുള്ള പുഴ, അത് ഭാരതപ്പുഴ എന്ന പേരിൽ കേരളത്തിലൂടെ ഒഴുകുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനപൂരിതമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് കൊടികൾ തോരണങ്ങൾ വെച്ചവിടെ സേവാഭാരതിയുടെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ, കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വളരെയധികം സഹകരണത്തോട് കൂടിയിട്ടുള്ള ഒരു വോളണ്ടിയർഷിപ്പാണ് അവിടെ നടക്കുന്നത്. ഇവിടെ പാലത്തിൽ നിൽക്കാനായിക്കില്ല, അവർ നടന്നുകൊണ്ടിരിക്കണം. അത് പാലത്തിന് നടുക്ക് ചേർന്ന് നിൽക്കാതെ നടന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു നിർദ്ദേശം. അങ്ങനെ ഈ പാലത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് കാണുന്നുണ്ട്, അതൊക്കെ സ്നാനഘട്ടമാണ്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സ്ത്രീകൾക്ക് സ്നാനം ചെയ്യാനും റൈറ്റ് സൈഡിലാണെങ്കിൽ പുരുഷന്മാർക്ക് സ്നാനം ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഇടയിലൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വളരെയധികം കഷ്ടപ്പെടുന്ന സേവാഭാരതിയുടെ പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മോഹൻ സ്വാമിയുടെയൊക്കെ ബാനറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലൊക്കെ കാണുന്നത് ഒക്കെ സേവാഭാരതിയുടെയൊക്കെ ലെഫ്റ്റൊക്കെ അവിടുത്തെ ആളുകളുടെ വളരെയധികം പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഉള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വളരെ നന്നായി അത്യാവശ്യം നല്ല ഒഴുക്കുള്ള ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗോപുരം പോലുള്ളതൊക്കെ താൽക്കാലികമായിട്ട് സ്നാനത്തിന് വേണ്ടിയിട്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ നിരവധി ആളുകൾ പോകുന്നു. അത് ഇതിൻ്റെ അക്കരയുണ്ട്. കടന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ യജ്ഞശാലകൾ, അതുപോലെ തന്നെ മഹാമീർ ചക്രമൊക്കെ വെച്ചിട്ടുള്ള യജ്ഞശാല, അഘോരിമാരൊക്കെ പല ഭാഗത്തായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ അഘോരിമാരും ഒക്കെ എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വളരെ റഷാണ്, എപ്പോഴും അങ്ങനെ ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യില്ല. കാരണം ഇവിടത്തേക്ക് ഒരു ക്യൂ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഫീൽ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വിശാലമാണ്. ലക്ഷക്കണക്കിന് പേർക്ക് ഒന്നിച്ച് നിൽക്കുന്നതിനുള്ള സൗകര്യം ഉള്ളതുപോലെയാണ് ആ പുഴയുടെ ഭാഗങ്ങളൊക്കെ തന്നെ. അപ്പോൾ ആ കാണുന്ന ഏറ്റവും അറ്റത്ത് കാണുന്നതാണ് അടുത്ത യജ്ഞശാലേൻ്റെ ഒരു ഗോപുരമാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്താണ് ബ്രഹ്മദേവൻ്റെ
ക്ഷേത്രം കേരളത്തിൽ അപൂർവമാണത്. പിന്നെ ബ്രഹ്മദേവൻ്റെ ക്ഷേത്രം, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ശിവക്ഷേത്രവും. അപ്പോൾ ഇവിടെ നിന്ന് പോയി അവിടെയും ദർശനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് പോകുന്നതാണെന്ന് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്ക്, നിറയെ ആളുകൾ. അപ്പോൾ നമ്മൾ യജ്ഞശാലയുടെ ഭാഗത്തെത്തി. അപ്പോൾ യജ്ഞശാലയിൽ അവിടെ മണൽത്തരികൾ, ഈ മണൽ തീരത്തൂടെ, മണലിലൂടെ അങ്ങനെ വളരെ രസകരമാണ് നടക്കുന്നത്. അങ്ങനെ അവിടെ സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് അവിടെ ശിവക്ഷേത്രത്തിനടുത്ത് അക്കരയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഭഗവദ്വൃക്ഷം പാറിപ്പറക്കുന്നത് കാണാം. സനാതന സ്വരൂപമായിട്ടുള്ള ഓങ്കാരത്തിൻ്റെ പ്രതീകം പതിച്ചിട്ടുള്ള കാവ്യ പതാക, ഭാരതത്തിൻ്റെ യശസ്സ് എല്ലാ തരത്തിലും കേരളത്തിൻ്റെയും ഉയർത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.